നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗം യേശുവിൻ്റെ അന്ത്യപ്രഭാഷണമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടുന്ന് പീഡകൾ സഹിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ ഒന്ന് ഒരുക്കുകയാണ്, പ്രാർത്ഥനയിലൂടെ ഒരുക്കുകയാണ്. അവർക്ക് തൻ്റെ വാക്കുകളിലൂടെ ശക്തി പകർന്നു കൊടുക്കുകയാണ് കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അതുകൊണ്ട് ഞാനില്ലാത്ത സമയത്തുള്ള നിങ്ങളുടെ ദുഃഖം എല്ലാം എന്നെ കാണുമ്പോൾ സന്തോഷമായിട്ട് മാറും. ഇങ്ങനെ കർത്താവ് കൊടുക്കുന്ന ഒരു അന്ത്യപ്രഭാഷണമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആരംഭിച്ചത് ഇപ്രകാരമായിരുന്നു: അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നതിൻ്റെ സാരാംശം എന്താണ്? അതാണ് അവസാന തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അവസാനമായിട്ട് നമ്മൾ വായിച്ച് നിർത്തിയത്. മരണത്തിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് നഷ്ടപ്പെടുന്നു. കർത്താവ് അവരുടെ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നില്ല. മരണത്തിലൂടെ നഷ്ടപ്പെട്ട സാന്നിധ്യം ഉത്ഥാനത്തിലൂടെ ശിഷ്യന്മാരിലേക്ക് കർത്താവ് വീണ്ടും തിരിച്ചെത്തുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും എന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മരണത്തിലൂടെ നഷ്ടപ്പെട്ട സാന്നിധ്യം വീണ്ടും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ശിഷ്യന്മാർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുന്ന ആ സാന്നിധ്യം നിത്യമായ സന്തോഷത്തിലേക്ക് അവരെ നയിക്കും. കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതിരുന്ന സമയത്തുള്ള അവരുടെ ദുഃഖം നിത്യമായ സന്തോഷത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നയിക്കുന്നു. ഈ നിത്യമായ സന്തോഷത്തിൽ ശിഷ്യന്മാർ ആയിരുന്നതിൻ്റെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്ലീഹകാലത്തിൽ നമ്മൾ ധ്യാന വിചിന്തനം നടത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിന്ന് ലേഖനഭാഗത്തിൽ വായിച്ചത്. പത്രോസും യോഹന്നാൻ ശ്ലീഹയൊക്കെ കൂടെ നടന്ന് ജെറുസലേമിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവരിലൂടെ കർത്താവ് പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം, മുടന്തനെ സുഖപ്പെടുത്തിയത്. നിത്യമായി കർത്താവിനെ കണ്ട് അനുഭവിച്ച, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം അനുഭവിച്ച ശിഷ്യന്മാർക്കുണ്ടായ ആ നിത്യമായ സന്തോഷം അവർ തങ്ങളുടെ ജനത്തിന് പങ്കുവച്ചതിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ ലേഖന ഭാഗത്ത് വായിച്ച് കേട്ടത്. ഈ നിത്യമായ സന്തോഷത്തിലേക്കാണ് ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്നത്. അതൊരു കൊച്ചു ഉപമയിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു സ്ത്രീയുടെ പ്രസവ വേദനയിലൂടെ. അതുവരെ അനുഭവിക്കാത്ത ഏറ്റവും വലിയൊരു വേദനയാണ് ആ സ്ത്രീ ആ പ്രസവ സമയത്ത് അനുഭവിക്കുന്നത്. പക്ഷേ ആ വേദന, ആ കുഞ്ഞിൻ്റെ സ്വരം കേൾക്കുന്നതിലൂടെ ആ വേദന എന്നേക്കുമായി ഇല്ലാതാവുകയാണ് അമ്മയ്ക്ക്. നിത്യമായ സന്തോഷത്തിലേക്കാണ് അമ്മ കടന്നു ചെല്ലുന്നത്. അങ്ങനെ വീണ്ടും ആ വേദന ഓർക്കുകയാണെങ്കിൽ രണ്ടാമതൊരു പ്രസവത്തിന് ആ സ്ത്രീ മുതിരില്ലായിരുന്നു. പ്രസവ സമയത്തുള്ള വേദന മാറി നിത്യമായ സന്തോഷത്തിലേക്ക് ആ കുഞ്ഞിൻ്റെ ആ കരച്ചിലൂടെ ആ അമ്മയുടെ സന്തോഷം നിത്യമായ സന്തോഷത്തിലേക്ക് മാറുന്നത് പോലെയാണ് ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവിൻ്റെ വേർപാട് അത്രമേൽ ദുഃഖമായിരുന്നു. ശിഷ്യന്മാർക്ക് ദുഃഖമായിരുന്നപ്പോൾ ലോകത്തിനത് സന്തോഷമായിരുന്നു. യഹൂദജനത്തിന് അത് സന്തോഷമായിരുന്നു കർത്താവിൻ്റെ വേർപാട്. കാരണം അനീതിയുടെ സമയത്ത് കർത്താവിൻ്റെ സ്വരം അവർക്ക് ഒരു അരോചകമായിരുന്നു. ഈ അരോചക ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ കർത്താവിനെ ക്രൂശിച്ചു. അവിടെ ആ ലോകം സന്തോഷിച്ചു, യഹൂദ സമൂഹം സന്തോഷിച്ചു. ആ സമയത്ത് ശിഷ്യന്മാർ ദുഃഖിതരായിരുന്നു, അതീവ ദുഃഖത്തിലായിരുന്നു. മൂന്നാം പക്കം കർത്താവിൻ്റെ ഉത്ഥാനത്തിലൂടെ ശിഷ്യന്മാർ തങ്ങളുടെ നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. അവസാന ഭാഗത്ത് ഇപ്രകാരമാണ് നമ്മൾ വായിച്ച് നിർത്തിയത്: അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. കർത്താവിനെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ നിങ്ങളുടെ സന്തോഷം, ആ ഹൃദയത്തിൽ ഉണ്ടായ ആ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കുകയില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെയാണ് തുടർന്ന് വരുന്ന തിരുവചനത്തിൽ സൂചിപ്പിക്കുന്നത്. വീണ്ടും വന്ന് ഞാൻ നിങ്ങളെ കാണും,
നിങ്ങൾക്കുണ്ടാകുന്ന ആ സന്തോഷം ഒരിക്കലും നിങ്ങൾ ഇന്ന് എടുത്തു കളയുകയില്ല, ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല. ഉത്ഥാനത്തിലൂടെയും കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലിലൂടെയും ശിഷ്യന്മാർക്ക് ആദ്യ അനുഭവം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം അവർ കണ്ടു. പിന്നീട് ഏറ്റവും വലിയൊരു ആഗമനം കണ്ടത് നമ്മൾ പന്തകുസ്ത തിരുനാളിലാണ്. പരിശുദ്ധമ്മയും സ്ലീഹന്മാരും അവിടെ പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ അവരുടെ മധ്യേ ആത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായി. സഭയ്ക്ക് ആത്മാവിനെ ലഭിച്ചു. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയ്ക്ക് ആത്മാവിനെ ലഭിച്ചു. അവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം നമ്മൾ കണ്ടു. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. 90-ാം പൊക്കം നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ ആഗമനം ലഭിച്ചു. വിശുദ്ധ മാമോദിസായിലൂടെ, തൈലാഭിഷേക കൂദാശയിലൂടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിലൂടെ നമ്മൾ ഈ സഭയിലെ അംഗങ്ങളായി മാറി, സഭാ മക്കളായി തീർന്നു, സത്യവിശ്വാസികളായി മാറി. തുടർന്നും ഓരോ ദിവസത്തിലും നമ്മൾ അർപ്പിക്കപ്പെടുന്ന ഓരോ ദിവ്യബലിയിലൂടെയും കർത്താവിൻ്റെ ആഗമനം, രണ്ടാമത്തെ ആഗമനത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. ആ ആഗമനത്തിൻ്റെ പൂർത്തീകരണം സാധ്യമാകുന്നത് നമ്മുടെ മരണ സമയത്താണ്. രണ്ടാമത്തെ ആഗമനം പൂർത്തിയാകുന്നത് ഞാനും എൻ്റെ കർത്താവിനെ കാണുന്നത്, കർത്താവ് എന്നെ കാണുന്നത് എൻ്റെ മരണത്തിൻ്റെ വിനാഴികയിലാണ്. ഈ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി, കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് സ്വർണ്ണവെള്ളിയായി നമ്മൾ ആചരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് തങ്ങളുടെ കർത്താവിലൂടെ കണ്ട ആ സന്തോഷം, കർത്താവിലൂടെ ലഭിച്ച ആ നിത്യമായ സന്തോഷത്തിൻ്റെ ആഘോഷമായിരുന്നു അവർ പിന്നീട് അവരുടെ ജീവിതത്തിലൂടെ അവർ പ്രഘോഷിച്ചത്. ദുഃഖം സന്തോഷമായി മാറി. ആ സന്തോഷത്തിൽ അവർ ജീവിതകാലം മുഴുവൻ അവർ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. അതുവരെ യഹൂദരെ ഭയന്ന് കഥകടിച്ചിരുന്ന സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ എന്തെന്നില്ലാത്ത ഒരു ശക്തി അവർക്ക് ലഭിച്ചു. ആ ശക്തിയിൽ അവർ വിശ്വസിച്ചുകൊണ്ട് അവർ കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അവിടെ അവർ ദുഃഖം അനുഭവിച്ചിട്ടില്ല. അവർക്കെന്നും എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പത്രോസ്ലീഹ പറഞ്ഞത്, ഞാൻ കർത്താവിനെ പോലെ മരിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് കുരിശിൽ തലക്കീഴായി പത്രോസിനെ ശിക്ഷിക്കപ്പെട്ടു. പത്രോസ് ജീവത്യാഗം നേടിയെടുത്തു. പൗലോസ്ലീഹ തല വെട്ടിമാറ്റപ്പെട്ടു. ഇതുപോലെ മറ്റ് പല ശിഷ്യന്മാരും താൻ അനുഭവിച്ചറിഞ്ഞ, തങ്ങൾ കണ്ടറിഞ്ഞ, തങ്ങൾക്ക് ആ സന്തോഷം നേടിത്തന്ന ആ കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായി. ഈ സ്ലീഹന്മാരുടെ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ അടിത്തറമേലാണ് നമ്മൾ ഇന്ന് വളർന്നിട്ടുള്ളത്. ഈ അടിത്തറമേൽ പണിയപ്പെട്ട സഭയിലെ അംഗങ്ങളായി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഈ നിത്യമായ സന്തോഷത്തിലേക്ക്, കർത്താവ് തന്ന സന്തോഷത്തിലേക്ക് മറ്റുള്ളവരെ കൂടി ക്ഷണിക്കുവാൻ, മറ്റുള്ളവരെ കൂടി ഈ സഭയിലേക്ക് കൊണ്ടുവരുവാൻ ഈ സഭയിലെ സഭാമക്കളായി നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. ഈ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഉദാഹരണമാണ് നമ്മളിവിടെ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്. ഈ നിയോഗവെള്ളിയിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരിയേറെ നിയോഗങ്ങൾ നമ്മുടെ കയ്യിൽ ഒത്തിരി പേര് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വാക്ക് കൊടുത്തു, പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നിയോഗ പ്രാർത്ഥനയിൽ ആ ബോക്സിൽ ഞാൻ നിൻ്റെ പ്രാർത്ഥനകൾ നിക്ഷേപിക്കാം. നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്, കർത്താവിലുള്ള എൻ്റെ സന്തോഷത്തിൻ്റെ ഉറപ്പ്. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് എനിക്ക് വേണ്ടി, കർത്താവ് എൻ്റെ സഹായകനായി എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈ ഉറപ്പ് തന്നെയാണ് എൻ്റെ നിത്യമായ സന്തോഷം. എനിക്ക് ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഈ 9-ാം മണിക്കൂറിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നത്. അവിടെ വെച്ചാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിന് അടുത്ത് വെച്ച് ഈ മുടന്തനെ സുഖപ്പെടുത്തുന്നത്. വളരെ മനോഹരമായ ഏറ്റവും വലിയ കവാടം, ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ കവാടം, അതിനെയാണ് ഈ സുന്ദര കവാടം എന്ന് വിളിക്കുന്നത്. സ്വർണ്ണങ്ങൾ കൊണ്ടും വെള്ളി കൊണ്ടും പണിയപ്പെട്ട ആ കവാടത്തിൻ്റെ പടികൾ, ആ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ ഈ മുടന്തിന് സാധിക്കുന്നില്ല. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ് ഈ മുടന്തൻ ആ പടിവാതിൽക്കൽ ഭിക്ഷയാചിക്കുന്നത്.
ആ പടിവാതിൽക്കലൂടെ കയറുമ്പോൾ പത്രോസ് പറഞ്ഞ വാക്കുകളാണിത്: എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല, എനിക്ക് തരാനുള്ളത് കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രം. കർത്താവിൻ്റെ കൃപയാൽ നിനക്ക് രോഗസൗഖ്യം ലഭിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനായി പത്രോസ് അവിടെ മാറി. കർത്താവിന് ലഭിച്ച ആ നിത്യമായ സന്തോഷം ആ മുടന്തനിലേക്ക് അവൻ പകർന്നു കൊടുത്തു. ഈ പകർന്നു കൊടുക്കുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ സ്ലീഹന്മാർ തങ്ങളുടെ ജീവിതത്തിലൂടെ നടത്തിയത്. കർത്താവിനെ അവർ പ്രഘോഷിച്ചത്. ഈ പ്രഘോഷണം തന്നെയാണ് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എനിക്ക് ലഭിച്ച ക്രിസ്തുവിൻ്റെ ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ധർമ്മം. സ്നേഹമുള്ളവരെ, ഈ സ്വർണ്ണവെള്ളി ആയി നമ്മളിന്ന് ആചരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നിയോഗ വെള്ളിയിൽ നമ്മളിന്ന് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പേർക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുണ്ട്. ഒത്തിരി പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവ് അവർക്ക് ഉത്തരം നൽകും. എൻ്റെ കർത്താവ്, ജീവിക്കുന്ന കർത്താവ് അവർക്ക് ഉത്തരം നൽകും. എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അവർക്ക് ഉത്തരം നൽകുന്ന എൻ്റെ നല്ല കർത്താവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മാധ്യസ്ഥനെ തേടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.